കുരുക്ഷേത്ര യുദ്ധക്കലം 13-ാം ദിവസം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. ദ്രോണാചാര്യർ കൗരവപ്പടയുടെ സേനാധിപനൊരുക്കിയ ഭീകരമായ ചക്രവ്യൂഹം മുന്നിൽ. അതിന്റെ ലക്ഷ്യം ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനെ ജീവനോടെ പിടികൂടുക എന്നതായിരുന്നു. അർജുനൻ അന്ന് സാംസപ്തകരുമായി യുദ്ധം ചെയ്യാൻ ദൂരെയായിരുന്നു. അർജുനനില്ലാത്ത തക്കം നോക്കി ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ അഭിമന്യുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് കൗരവർക്കറിയാമായിരുന്നു. പാണ്ഡവരുടെ സൈന്യം തളർന്നു നിൽക്കുമ്പോൾ 16-കാരനായ അഭിമന്യു, അർജുനന്റെ പുത്രൻ, ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു. അരുത്, അച്ഛനില്ലെങ്കിലും ഈ ചക്രവ്യൂഹം ഞാൻ ഭേദിക്കും. അവന് ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാൻ അറിയാമായിരുന്നു. അമ്മ സുഭദ്രയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ കൃഷ്ണൻ ഈ വിദ്യ വിവരിക്കുന്നത് അവൻ കേട്ടിരുന്നു. പക്ഷേ പുറത്തു വരാനുള്ള വിദ്യ വിശദീകരിക്കുന്നതിന് മുമ്പ് സുഭദ്ര ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ആ ഭാഗം അവൻ അറിയാമായിരുന്നില്ല. അവൻ ആഞ്ഞുവെട്ടി രഥചക്രങ്ങൾ കറക്കി കൗരവ സൈന്യത്തെ കീറിമുറിച്ചു മുന്നേറി. ഓരോ യോദ്ധാവിനെയും അവൻ നിഷ്പ്രയാസം വീഴ്ത്തി. ദ്രോണാചാര്യരും കർണനും ദുര്യോധനുമെല്ലാം അവന്റെ മുന്നിൽ പകച്ചുനിന്നു. ചക്രവ്യൂഹത്തിന്റെ ഓരോ വലയവും ഭേദിച്ച് അവൻ ഉള്ളിലേക്ക് കടന്നു. പക്ഷേ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരാനുള്ള വിദ്യ അവൻ അറിയില്ലായിരുന്നു. പുറത്തു കടക്കാനുള്ള വഴി അടഞ്ഞപ്പോൾ കൗരവ അവനെ വളഞ്ഞു. ഭീഷ്മർ അന്ന് യുദ്ധത്തിലുണ്ടായിരുന്നില്ല. ദ്രോണരും കൃപരും കർണനും അശ്വത്ഥാമാവും ദുര്യോധനനുമടക്കം സകല മഹാരഥന്മാരും അവനെ ഒറ്റയ്ക്ക് ആക്രമിച്ചു. യുദ്ധനിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിരവധി യോദ്ധാക്കൾ അവനെ തടവിലാക്കി ഒറ്റയ്ക്ക് ആക്രമിച്ചു. ഒടുവിൽ അവൻ തളർന്നു. അവന്റെ ആയുധങ്ങൾ തകർന്നു, രഥം തകർന്നു. നിസ്സഹായനായി അവൻ നിന്നപ്പോൾ കൗരവരുടെ സമ്മിലിത ശക്തി അവനെ നിലം പരിശാക്കി. ആ ധീരബാലന്റെ രക്തം കുരുക്ഷേത്ര ഭൂമിയിൽ വീണു. അപ്പോഴും അവന്റെ കണ്ണുകളിൽ അവസാന ശ്വാസം വരെ പോരാടിയ വീര്യത്തിന്റെ തിളക്കം മാഞ്ഞിരുന്നില്ല. യുദ്ധക്കളം നിശബ്ദമായി. പക്ഷേ അഭിമന്യുവിന്റെ ത്യാഗം പാണ്ഡവരുടെ ഹൃദയങ്ങളിൽ പ്രതികാരത്തിന്റെ കനൽ എരിയിച്ചു.